അടുത്തത് സ്ക്വയർ കംപ്ലീഷൻ, പൂർണ്ണവർഗമാക്കൽ. ഇതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനു മുമ്പുള്ള നമ്മൾ കണ്ട എക്സാമ്പിൾസ് ഒക്കെ നോക്കി. നമുക്കൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ബോർഡ് ഉണ്ടായിരുന്നു. അതിന്റെ സൈഡ് 2 മീറ്റർ അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ വീതം കട്ട് ചെയ്തു. എന്നിട്ട് അതിന്റെ ഏരിയ എടുത്തപ്പോൾ ഇത്ര കിട്ടി എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ 2 സൈഡിലും 2 മീറ്റർ വീതം കട്ട് ചെയ്ത് x-2 അതിന്റെ അപ്പോൾ സ്ക്വയർ എടുത്തപ്പോൾ 100 കിട്ടി. അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ചുറ്റിനും 2 മീറ്റർ പാത്തുണ്ട്, നടപ്പാതയുണ്ട്. അതിന്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് x² എന്ന് പറയുന്നത് 1225 ആയിരുന്നു. പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ. അതല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, കഴിഞ്ഞ നമ്മൾ കണ്ടതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അതിന്റെ എന്ത് ടേമിന്റെ സ്ക്വയർ അവിടെ നമുക്ക് കിട്ടുന്നത് 3n-1 ആയിരുന്നു. 3n-1 whole square equal to 2500 ആയിരുന്നു. ഇവിടെ എല്ലാം നമുക്ക് കിട്ടിയത് ഇതെല്ലാം പൂർണ്ണവർഗങ്ങളായിട്ട് ഹോൾ സ്ക്വയർ ആണ്. ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു 100ന്റെ 10 ആയി, ഇവിടെ എടുത്തു 35 ആയി, ഇവിടെ എടുത്തു 50 ആയി. അതിനകത്ത് നിന്ന് പിന്നെ നമുക്ക് ബാക്കി x കണ്ടുപിടിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പൂർണ്ണവർഗമായതുകൊണ്ട്. പൂർണ്ണവർഗം അല്ലെങ്കിലും ഇങ്ങനെ നമുക്ക് പൂർണ്ണവർഗമായിട്ട് പെർഫെക്റ്റ് സ്ക്വയറായിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ ഒരു ചെറിയ പ്രശ്നം വരും. ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ എക്സിന്റെ, നമ്മളിവിടെ എല്ലാം എക്സിന്റെ വാല്യൂ ആണല്ലോ കണ്ടുപിടിക്കുന്നത്. ഈ എക്സ് എന്ന് പറയുന്നതിനെ, ആ വേരിയബിളിനെ, ചരത്തിനെ നമുക്ക് ആവശ്യമുള്ള എന്തോ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തോ ആണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇവിടെ ഇപ്പോഴും ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തോട്ട് ചെല്ലുമ്പോൾ നമുക്കതിന് വേറെ മാർഗമുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇതുപോലെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ വേറൊരു ക്വാഡ്രാറ്റിക് ഫോർമുലയൊക്കെ നമ്മൾ ഡെറൈവ് ചെയ്തിട്ട് അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കും. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്കിവിടെ ഇങ്ങനെയൊരു പെർഫെക്റ്റ് സ്ക്വയറായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കതിന്റെ വാല്യൂ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ അങ്ങനെ അല്ലാതെ വന്നാൽ നമ്മൾ ചെയ്യുന്നത് അതിനെ പെർഫെക്റ്റ് സ്ക്വയറായിട്ടാക്കും. സ്ക്വയർ കംപ്ലീഷൻ, പൂർണ്ണവർഗമാക്കും, വർഗമായിട്ട് മാറ്റും. വർഗമായിട്ട് മാറ്റിയാൽ, പൂർണ്ണവർഗമായിട്ട് മാറ്റിയാൽ ഇതേപോലെ തന്നെ നമുക്ക് പിന്നെ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ എങ്ങനെയാണ് ഈ പൂർണ്ണവർഗം അല്ലാതെ വരും സാഹചര്യം? നേരത്തെ പറഞ്ഞ സ്ക്വയർ എന്നുള്ള ഉദാഹരണത്തിന്, ആ സ്ക്വയർ എന്നുള്ള സ്ക്വയർ ഏരിയ എന്നോ സ്ക്വയർ പ്ലോട്ട് എന്നോ സ്ക്വയർ കാർഡ്ബോർഡ് എന്നൊക്കെ പറയുന്നതിന് പകരം ആ സ്ക്വയർ മാറി റെക്ടാംഗിൾ ആയാൽ സംഗതി മാറി. എക്സും വൈയും വ്യത്യാസമുണ്ട്, സൈഡിന് വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും മാറ്റങ്ങൾ. ഉദാഹരണമായിട്ട് നമ്മൾ ഈ ഏരിയ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ എന്നൊക്കെ പറയുന്നതിന് ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മുടെ ഒരു സ്ക്വയർ ബോർഡ് ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. ഒരു സ്ക്വയർ ബോർഡുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആ സ്ക്വയർ ബോർഡിന്റെ ഒരു സൈഡ് മാത്രം നമ്മൾ ഒരു 2 യൂണിറ്റ് അത് ഇൻക്രീസ് ചെയ്തു, വർദ്ധിപ്പിച്ചു. ഒരു സൈഡ് മാത്രം. അപ്പോൾ ഇതാണ് വിചാരിക്കും, ഈ സൈഡ് മാത്രം ഒരു 2 യൂണിറ്റ് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും. ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് നമുക്ക് അറിയത്തില്ല, അത് എക്സ്. 2 യൂണിറ്റ് കൂടി നമ്മൾ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഈ 2 യൂണിറ്റും കൂടെ ഇൻക്രീസ് ചെയ്തപ്പോ അതിന്റെ ഏരിയ പുതിയ തന്നിരിക്കും, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നതിന് മുമ്പുള്ളത് തന്നിരിക്കും. എങ്ങനെയായാലും നമ്മൾ ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് ചോദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പോ ഇതിങ്ങനെ എക്സും x+2 ആണ് ഇതിന്റെ സൈഡ് വരുന്നത്. അപ്പൊ ഈ 2 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തതിന് ശേഷമാണെങ്കിൽ, 2 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തതിന് മുമ്പുള്ള ഏരിയ തന്നാൽ x² ആയി, പെർഫെക്റ്റ് സ്ക്വയർ ആയി.
2 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനുശേഷമുള്ള ഏരിയ നമുക്ക് തരുന്നത് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ എത്രയായിരിക്കും അതിന്റെ ഏരിയ? ഈ സൈഡ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഇതാണ് ഈ ഏരിയ. ഇത് 99 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. സ്ക്വയർ യൂണിറ്റ് സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ എക്സ് കണ്ടുപിടിക്കണം. ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അപ്പൊ നമ്മൾ അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കും. അതാണ് അതിന്റെ വിധി. പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ ചെയ്യുന്നത് ആദ്യം ഞാൻ എക്സ്പാൻഡ് ചെയ്യാം. എക്സ് സ്ക്വയർഡ് പ്ലസ് 2x ഇസ് ഈക്വൽ ടു 99. ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. അതിനെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ a പ്ലസ് b ഹോൾ സ്ക്വയർഡ് പോലാണല്ലോ. 2 ടേബിൾ അതിന്റെ സ്ക്വയർ. അപ്പൊ ആദ്യത്തെ ടേബിളിന്റെ സ്ക്വയർ a സ്ക്വയർഡ് പ്ലസ് 2ab പ്ലസ് b സ്ക്വയർഡ് ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ആദ്യത്തെ ടേം ഇതിനകത്ത് ഇത് മാറ്റിയാൽ പിന്നെ ഇവിടെ 2 എണ്ണം. ഈ 2 എണ്ണം എന്ന് പറയുന്നത് ആദ്യത്തെ ഇതിന്റെ കോഎഫിഷ്യന്റ് പോലെ കാണണം. ഈ ആദ്യത്തെ ടേം ഇതിന്റെ അകത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആണല്ലോ ഇത്, ഈ സ്ക്വയർ, അല്ലെങ്കിൽ ഇതിന്റെ പകുതിയാണ് ഇത്. അപ്പൊ രണ്ടാമത്തെ ടേമില് ആ ആദ്യത്തെ പാർട്ടിന്റെ അങ്ങ് മാറ്റിയിട്ട് ബാക്കിയുള്ളതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോ എക്സ് സ്ക്വയർ ആണ് ആദ്യം. 2xിലെ എക്സ് അങ്ങ് മാറ്റിയിട്ട് ഇവിടെ 2, അതിന്റെ പകുതി 1. അത് 2 സൈഡിലും കൂടും. അത് നമ്മൾ പറയുന്നത് ഈ 2xന്റെ ഈ ടേമിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതി, ആ പകുതിയുടെ സ്ക്വയറായിട്ടാണല്ലോ നമുക്ക് വേണ്ടത്. 2 സൈഡിലും കൂടും. ബി സ്ക്വയർ പകുതിയുടെ സ്ക്വയർ കൂടും 2 സൈഡിൽ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എത്ര വരും? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് ഇതിന്റെ പകുതി 1, 1ന്റെ സ്ക്വയർ 1 ഈക്വൽ ടു 99 പ്ലസ് 1. രണ്ടും കൂടിയാണല്ലോ, കേഷൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയി. അതാണ് അതിന്റെ ടി. എത്രയാണ് ഇത്? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 100. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർഡ് പ്ലസ് 2x പ്ലസ് 1. ഈ 2x വരാൻ വേണ്ടിയിട്ടാണ് ഈ 1 ഇതിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതി, അതിന്റെ സ്ക്വയർ രണ്ടിടത്തും കൂട്ടി. അപ്പോൾ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 100 പെർഫെക്റ്റ് സ്ക്വയർ ആക്കി ഇങ്ങനെ ആക്കി മാറ്റും. ഇതാണ് അധ്യായം. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ നമ്മൾ therefore എക്സ് പ്ലസ് 1 ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു 10. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 മൈനസ് 1 which is 9. അപ്പൊ എക്സ് 9 ആണ്. അപ്പോ ഈ കൂട്ടിയൊക്കെ ചേർന്ന് വരുമ്പോൾ പുതിയതിൻ്റെത് 11. 11 into 9 ആണ് ഏരിയ. 99 വരുമല്ലോ. 11 into 9 99 വരും. കൂടുതൽ മുൻപുള്ള സൈഡ് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ എന്നാണ്. ഇതാണ് സ്ക്വയറിംഗ് ആക്കുക, പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക, പൂർണ്ണ വർഗമാക്കുക, വൈറ്റ് മാറ്റുക. ശരി. അപ്പോൾ ഇത് നമുക്ക് പറയാം. ഇത് വേറൊരു രീതിയിൽ കാണാം. ഇതിപ്പോ നമുക്ക് ആദ്യം ഒരു സ്ക്വയർ തന്നിട്ട് അതിനെ ഒരു സൈഡ് വർദ്ധിപ്പിച്ച് സ്ക്വയർ അല്ലാതാക്കുക ചെയ്യുന്നത്. ആദ്യമേ തന്നെ സ്ക്വയർ അല്ലാത്ത ഒരെണ്ണം വേണമെങ്കിലും പറയാം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇത് നമുക്ക് തന്നെ വേറൊരു രീതി പറയുന്നത്, ഇത് തന്നെ നമുക്ക് വേറൊരു രീതി. നമുക്കൊരു ചതുരമുണ്ട്, സ്ക്വയർ അല്ല ചതുരം. അതിന്റെ ചുറ്റളവ് പെരിമീറ്റർ 40 സെന്റിമീറ്റർ. 40 സെന്റിമീറ്റർ. അതിന്റെ ഏരിയ 99 സ്ക്വയർ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ. അതിന്റെ ഏരിയ 99. നേരത്തെ നമ്മൾ എടുത്തത് 99 ആണ്. ഇവിടെ സ്ക്വയർ എന്ന് പറയുന്നതിന് പകരം
റെക്ടാങ്കിൾ എന്ന് പറഞ്ഞു. പക്ഷെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എത്രയാണ്? റെക്ടാങ്കിൾ എന്ന് പറയുന്നത് കൃത്യമാവില്ല. അപ്പൊ പെരിമീറ്റർ എത്ര അതൊക്കെ പറഞ്ഞെങ്കിൽ കൃത്യമാവില്ല. അത് 40 ആണ്. അങ്ങനെയാണ് അതിന്റെ സൈഡ് എത്രയാണ് കണ്ടുപിടിക്കുക. നേരത്തെ നമ്മൾ റെക്ടാങ്കിളിന്റെ സൈഡ് പ്രത്യേകിച്ച് കാണണ്ടായിരുന്നു. സ്ക്വയറിന്റെ സൈഡ് എക്സ് കണ്ടാൽ മതിയായിരുന്നു. പക്ഷേ സ്ക്വയറിന്റെ സൈഡ് എക്സ് കിട്ടിയ റെക്ടാങ്കിളിന്റെ സൈഡായി 9 ആയിരുന്നു എക്സ് കിട്ടിയത്. അപ്പോൾ സ്ക്വയറിന്റെ സൈഡ് അത് റെക്ടാങ്കിൾ വരുമ്പോൾ 9 മറ്റേ 2 11 9 11 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 9 11 എന്ന് കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഒരു റെക്ടാങ്കിള് അതിന്റെ സൈഡ് എക്സും വൈയും ആണെന്ന് വിചാരിക്കും. റെക്ടാങ്കിളാണ്, എക്സും വൈയും. അപ്പോൾ അവിടെ നമുക്ക് ഇതിന്റെ ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറയുന്നത് 2x + 2y ആണല്ലോ. ഈ എക്സും ഈ എക്സും ഈ വൈ ഈ വൈ അതാണ് 40. അപ്പോൾ x + y എന്ന് പറയുന്നത് എത്രയാണ്? 20. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് xy എന്ന് പറയുന്നത് 99. xy 99. പക്ഷെ ഇവിടെ 2 വേരിയബിൾ ഇട്ടുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഒരു വേരിയബിളിന്റെ ഇക്വേഷനാണ് പറയുന്നത്. അപ്പൊ ഒന്ന് മാറ്റണം. ആ മാറ്റാനുള്ള വിദ്യയാണ് ഇത്. അതിനുവേണ്ടി ഇത് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇത് y കണ്ടുപിടിക്കണം. y എന്ന് പറയുമ്പോൾ എത്ര വരും? 20 - x. അപ്പൊ ഇതിനകത്ത് നിന്ന് y = 20 - x. ആദ്യം ഇതിനകത്ത് കൊടുക്കണം. x × 20 - x = 99. അതായത് ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് എത്രയാണ്? 20x - x² = 99. നമ്മൾ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ സ്ക്വയറിംഗ് ആണ്. പെർഫെക്റ്റ് സ്ക്വയർ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം x², പിന്നെ x എന്നുള്ള രീതിയിൽ എഴുതും. അപ്പൊ ഇവിടെ നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഗുണിക്കുക 2 സൈഡ്. ഇപ്പൊ എത്ര കിട്ടും? x² - 20x = -99. അപ്പൊ എന്ത് ചെയ്യും? അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതി അതിന്റെ സ്ക്വയർ 2 സൈഡിലും ആയിരിക്കും. അതെല്ലാത്തിനും അങ്ങനെ തന്നെയാണ്, 2 സൈഡിലും ആയിരിക്കും. അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ -20. -20ന്റെ പകുതി എന്ന് പറഞ്ഞാൽ -10. -10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 2 സൈഡിലും ആയിരിക്കും. 100 2 സൈഡിലും ആയിരിക്കും. ഇതിന്റെ പകുതിയുടെ സ്ക്വയർ 20യുടെ പകുതിയുടെ സ്ക്വയർ. അപ്പൊ 10ന്റെ സ്ക്വയർ 100. അപ്പൊ എന്ത് കിട്ടും? അപ്പോ x² - 20x + 100 = 100 - 99. ഇവിടെ 100 ആയിരിക്കണമല്ലോ. റൈറ്റ് സൈഡ് 2 സൈഡിലും ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇത് എത്ര കിട്ടുന്നു? x² - 20x + 1. ഇതപ്പോ പെർഫെക്റ്റ് സ്ക്വയർ ആയി കഴിഞ്ഞു, സംശയം വേണ്ട. ഇതുപോലത്തെ നമുക്കൊരു a + b ഹോൾ പോലെ ആയി കഴിഞ്ഞാൽ എത്രയാണ്? x - 10 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? x - 10 ഹോൾ സ്ക്വയർ which is equal to 100 - 99 1. ഇത് x² - 2ab 20x + 100 ആയിട്ട്. അപ്പോൾ ഇനി ഇതിന്റെ സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ആയി. ഇവിടെ ഒരു സൈഡ് പുറത്തോർത്തമായി. അപ്പൊ പിന്നെ എത്രയാണ്? ഈ x - 10 = ഇതിന്റെ സ്ക്വയർ റൂട്ട് വന്നു. അപ്പോൾ x = എത്രയാണ്? x എന്ന് പറയുന്നത് ഇപ്പുറത്തോട്ട് വന്നു 11. അപ്പോ y എന്ന് പറയുന്നത് എത്രയാണ്? y എന്ന് പറയുന്നത് 20 - x. 20 - x എന്ന് പറയുമ്പോൾ 20 - 11 ഇത് 9. x കൂടി ഇപ്പൊ ഡയഗ്രത്തിൽ വരച്ചപ്പോൾ നമുക്ക് ഇച്ചിരി വലുതായിട്ട് തോന്നുന്നുള്ളൂ. അതിന് കാര്യമൊന്നുമില്ല. x 1 11 അടുത്തത് 9 പറയും. 2 സൈഡും നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയും നമുക്കിതിനെ പറയാം. മനസ്സിലായി? ഇതാണ് നമ്മൾ ഈ ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. സ്ക്വയർ എപ്പോഴും ആകണമെന്നില്ല തരുന്നത്. സ്ക്വയർ അല്ലെങ്കിൽ അതിനെ സ്ക്വയർ ആക്കുക, പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക എന്നാണ് ചെയ്യുന്നത്. മനസ്സിലായി?